ഇന്ത്യ സഖ്യത്തിന്റെ ശബ്ദമായിട്ട് വിജയ് മാറുമോ? സി ജോസഫ് വിജയ്. SK അത് ദേശീയ തലത്തിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം MK സ്റ്റാലിൻ തമിഴ്നാട്ടിൽ BJPയെ പ്രതിരോധിക്കുന്ന ദേശീയ തലത്തിൽ തന്നെ BJPക്കെതിരായി കുറെ സംസ്ഥാന മുഖ്യമന്ത്രിമാർ, അതിൽ മമതാ ബാനർജി ഉണ്ടായിരുന്നു, MK സ്റ്റാലിൻ ഉണ്ടായിരുന്നു, പിണറായി വിജയൻ ഉണ്ടായിരുന്നു, അങ്ങനെ ചില മുഖ്യമന്ത്രിമാരെ കൂടി മുന്നിൽ നിർത്തിയാണ് കോൺഗ്രസ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വത്തിലുണ്ടായിരുന്ന MK സ്റ്റാലിൻ ഇപ്പോൾ DMKയുമായുള്ള സഖ്യം അവിടെ കോൺഗ്രസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒരു മുന്നറിയിപ്പ് പോലും DMKക്ക് നൽകാതെയാണ്. 5 സീറ്റ് മാത്രമാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസിനുള്ളത്. അവർ പക്ഷേ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. ഈ 5 പേർ ഒപ്പിട്ട കത്ത് ഗവർണർക്ക് നൽകുകയും ചെയ്തു. അതിനുശേഷം ഈ 5 പേരും ഹൈദരാബാദിലേക്ക് പോയി. ആകെ 5 പേരാണുള്ളത്. നമ്മുടെ മലയാളിയായ CSI സഭാ സെക്രട്ടറിയായ TT പ്രവീൺ ഉൾപ്പെടെ 5 MLA-മാരാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസിനുള്ളത്. അതിനുശേഷം ഇവർ ഈ ഏതെങ്കിലും തരത്തിലുള്ള കച്ചവടം ഭയന്നായിരിക്കണം ഈ MLA-മാരെ ഹൈദരാബാദിലേക്ക് നീക്കിയത്. ഈ മന്ത്രിസഭയിൽ പ്രവേശനം ലഭിക്കും എന്ന പ്രതീക്ഷ കോൺഗ്രസിന് ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നീക്കം DMKയെ സംബന്ധിച്ച് അതൊരു അപ്രതീക്ഷിതമായിരുന്നു. മറ്റു പാർട്ടികൾ ഇപ്പോൾ പിന്തുണ നൽകിയിട്ടുള്ള DMK സഖ്യത്തിലുണ്ടായിരുന്ന CPIM, CPI, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, VCK, ഈ പാർട്ടികളൊക്കെ അവരുടെ നേതാക്കൾ MK സ്റ്റാലിനുമായി ചർച്ച നടത്തി. അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കൂടി അനുമതിയോടുകൂടിയാണ് ഇങ്ങനെ TVKയെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു തീരുമാനമെടുത്തത്. നേരത്തെ അസിത പറഞ്ഞതുപോലെ അതിന്റെ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും SK നമ്മളൊരു രാഷ്ട്രീയ സിനിമ കാണുന്ന ത്രില്ലിലാണ്. ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ വരെയുള്ള, അല്ലെങ്കിൽ അദ്ദേഹം പിന്നീട് വിജയ് മുഖ്യമന്ത്രിയായി സെന്റ് ജോർജ് കോട്ടയിലേക്ക്, ആ സെന്റ് ജോർജ് കോട്ടയിലേക്ക് നടന്നു വരുന്ന അവിടെ ഗാർഡ് ഓഫ് രാഹുൽ ഗാന്ധിയുടെ കണ്ണുകളിൽ ആ കൗതുകം ഉണ്ടായിരുന്നു. അതെ, അതിനുശേഷം SK ആ കസേരയിലേക്ക്, മുഖ്യമന്ത്രി കസേരയിൽ, തമിഴ്നാട് സെക്രട്ടേറിയറ്റായ സെന്റ് ജോർജ് കോട്ടയിൽ മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് വന്നിരിക്കുമ്പോഴുള്ള ആ രംഗവും ഒരു സിനിമയിൽ, സാധാരണഗതിയിൽ മുതൽവൻ എന്നുള്ള സിനിമയിൽ അർജുൻ വന്ന് ആ രംഗത്തെ ഓർമ്മിപ്പിക്കും വിധമാണ്. ഒരു മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരു നായകൻ, നേരത്തെ അഴിമതിയൊക്കെ ചോദ്യം ചെയ്തിരുന്ന ഒരാൾ അവിടേക്ക് എത്തുന്നു. ഇനി കാലം തെളിയിക്കേണ്ടതാണ് വിജയ് നല്ല മുഖ്യമന്ത്രിയായിരിക്കുമോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ വിജയം നേടാൻ കഴിയുമോ എന്നതൊക്കെ. ഇപ്പോൾ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വലിയ താരപരിവേഷം വിജയ്ക്കുണ്ട്. അഴിമതിക്കെതിരായി പോരാടുന്നയാളെന്നുള്ള പ്രതിച്ഛായയുണ്ട്. ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം അവിടെയുള്ള ആളുകളെ അഭിസംബോധന ചെയ്യുമ്പോൾ വിജയ് പറഞ്ഞ ഒരു കാര്യമുണ്ട്: അഴിമതി ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കില്ല എന്നാണ്. തെറ്റൊരു കാരണവശാലും അംഗീകരിക്കില്ല. അത് എൻ്റെ കൂടെയുള്ളവരായാലും അതെ, എനിക്ക് പൈസ ആവശ്യമില്ല, എനിക്ക് ഇവിടെ നിന്നുള്ള ഈ ജനങ്ങളുടെ പൈസ എനിക്ക് ആവശ്യമില്ല, അതിൻ്റെ കാര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് ആ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത്, അത് തെറ്റ് കാണിക്കുന്നവർ എൻ്റെ കൂടെയുള്ളവരായാൽ പോലും ഒരു കാരണവശാലും അവരെ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല, അവർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ്. ഇങ്ങനെയൊക്കെ ഈ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ തന്നെ ജനങ്ങളെ കയ്യിലെടുക്കും വിധമുള്ള വലിയൊരു സിനിമ സ്റ്റൈൽ ഒരു പ്രസംഗവും നടത്തിയിട്ടുണ്ട് വിജയ് എന്നുള്ളതും അദ്ദേഹത്തിന് ഈ കയ്യടി കൂടുതൽ നീളുന്നതിന് കാരണമായിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹം ആ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ കാലിയായ ഖജനാവാണ്. നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ല, ഇവിടെ പൂച്ച വെറ്റി കിടക്കുന്നു കേരളത്തിൽ, അവിടെ പുലി വെറ്റി കിടക്കുന്നു. അവിടെ പൂച്ച എന്നുള്ളത് എന്റെ വാക്കല്ല. അതെ, അവിടെ വിജയ് പറഞ്ഞത് ആ ഖജനാവ് വടിച്ച് വൃത്തിയാക്കിയാണ് ഇരിക്കുന്നതെന്നാണ്. 10 ലക്ഷം കോടി. അതെ, 10 ലക്ഷം കോടി രൂപ കടം. അതുകൊണ്ട് ഇനി ധവളപത്രം ആ സംസ്ഥാനത്തെ കുറിച്ച്, അത് മാത്രമല്ല TVKയെ സംബന്ധിച്ച് അവിടെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ ഇതില്, അതായത് കമലഹാസനെ പോലുള്ള ആൾക്കാരൊക്കെ പണ്ഡിതോചിതമായ ഭാഷയും ഒരു ദിഷണാശാലിയുടെ മുഖമൊക്കെ പ്രകടിപ്പിക്കുന്ന രീതി സംസാരിച്ചു. അത് നഗരത്തിലുള്ളവർക്ക് പോലും മനസ്സിലായില്ല. എന്നാൽ നാട്ടിൻപുറത്തുള്ള ആളുകൾ പറയുന്ന പോലെ 10 ലക്ഷത്തിന്റെ കടം വാങ്ങി വെച്ചാ പോയെ പറയുന്ന ഒരു സാധാരണക്കാരന്റെ ചെവിയിലേക്ക് കയറുന്ന കാര്യമാണ് ഇന്നും അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ. ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെയോ അല്ലെങ്കിൽ അദ്ദേഹം പറയല്ലോ സമ്പദ് വ്യവസ്ഥയുടെ ആധാരശിലയ്ക്ക് ഇളക്കമുണ്ടാക്കുന്ന എന്നൊക്കെ പറഞ്ഞാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.